കർണാടകയിലെ ഷിമോഗ ജില്ലയിലെ ബെല്ലിഗാവി എന്ന ചരിത്ര നഗരത്തിലാണ് പുരാതന ഭാരതീയ വാസ്തുവിദ്യാ ശൈലിയുടെ അതുല്യമായ മാസ്റ്റർ പീസായ കേദാരേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേദാരേശ്വര ക്ഷേത്രം ഒരു ശിവക്ഷേത്രമായതിനാൽ ബെല്ലിഗാവി തെക്കൻ കേദാർ അല്ലെങ്കിൽ ദക്ഷിണ കേദാരം എന്നും അറിയപ്പെട്ടു പോരുന്നു. വാസ്തുവിദ്യാ ശൈലിയിൽ പടിഞ്ഞാറൻ ചാലൂക്യരുടെയും ഹൊയ്സാലരുടെയും യോജിപ്പുള്ള സംയോജനങ്ങൾ കാണപ്പെടുന്നുവെങ്കിലും ചില ശില്പങ്ങളും വിശദാംശങ്ങളും ശിലാചിത്രങ്ങളും 6-7 നൂറ്റാണ്ടിലേതാണ്. ഏകദേശം 11ാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം ഒരു ത്രികൂടാചല അഥവാ 3 ആരാധനാലയങ്ങളുള്ള ക്ഷേത്രമായിട്ട് നിർമ്മിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. കിഴക്കോട്ട് ദർശനമുള്ള ഈ ക്ഷേത്രത്തിൽ പടിഞ്ഞാറും തെക്കും പ്രതിഷ്ഠിച്ച ശിവലിംഗങ്ങളും വടക്ക് വിഷ്ണുവിന്റെ മഹത്തായ പ്രതിഷ്ഠയുമുണ്ട്. തെക്ക് ഭാഗത്തുള്ള ശിവലിംഗം ബ്രഹ്മാവാണെന്നും ക്ഷേത്രം ത്രിമൂർത്തികളുടെ സംഗമസ്ഥലമായാണ് വിഭാവനം ചെയ്യപ്പെടുന്നത് എന്നും ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. പടിഞ്ഞാറൻ ചാലൂക്യ ഹൊയ്സാല കാലഘട്ടത്തിലെ സമൃദ്ധമായ അലങ്കാരങ്ങൾ, ഗംഭീരമായ ശില്പങ്ങൾ, സങ്കീർണമായ വിശദമായ വാസ്തുവിദ്യാ ഘടകങ്ങൾ എന്നിവ ഉപയോഗിച്ച് സോപ്പ് സ്റ്റോൺ കൊണ്ട് നിർമ്മിച്ച ക്ഷേത്രത്തിന്റെ ഘടനാപരമായ സൗന്ദര്യശാസ്ത്രം നന്നായി നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ചുവരുകൾ പോലെയുള്ള 3 ഗോപുരങ്ങൾക്ക് കീർത്തിമുഖങ്ങൾ, ദേവതകൾ, ആവർത്തന പാറ്റേണുകൾ, രേഖീയവും തിരശ്ചീനവുമായ ഘടകങ്ങൾ, മിനിയേച്ചർ നിച്ചുകൾ, ചുരുണ്ട സർപ്പങ്ങൾ, ശുഭകരമായ ഹിന്ദു പ്രതിമകൾ എന്നിവയാൽ അലങ്കരിച്ച 3 തട്ടുകളുണ്ട്. വിവിധ കാലഘട്ടങ്ങളിലെ ശില്പങ്ങൾ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഇവയിൽ മഹാവിഷ്ണു, നാഗദേവത, വീരഭദ്രൻ, മഹിഷാസുരമർദിനി, സപ്തമാതൃകകൾ, ത്രിമൂർത്തികൾ, ഗണപതി, കാർത്തികേയൻ തുടങ്ങിയവരും ഒരു ചതുർമുഖ ശിവലിംഗവും ഉൾപ്പെടുന്നു. കിഴക്കോട്ട് ദർശനമുള്ള ഈ ക്ഷേത്രത്തിന് 3 വശത്തും പടികളുള്ള പ്രവേശനമുണ്ട്. 11-12 നൂറ്റാണ്ടുകളിലെ പശ്ചിമ ചാലൂക്യ ഭരണകാലത്ത് ബെല്ലിഗാവി ഒരു പ്രധാന നഗരമായിരുന്നു. ഈ നഗരത്തെ വിവരിക്കാൻ മധ്യകാല ലിഖിതങ്ങളിൽ ഉപയോഗിച്ചിരുന്ന അനാദി രാജധാനി എന്ന പദം പുരാതന കാലത്തിന്റെ ഒരു കഥ തന്നെ വിളിച്ചു പറയുന്നു. ചില ലിത്തിക് രേഖകൾ പ്രകാരം ഈ ക്ഷേത്രം ബാലി അസുരന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ക്ഷേത്രത്തിന്റെ പ്രതാപകാലത്ത് ശൈവമതത്തിലെ കാലമുഖ വിഭാഗത്തിന്റെ ധാരാളം അനുയായികളെ ഈ ക്ഷേത്രം ആകർഷിച്ചിരുന്നുവെന്ന് പറയപ്പെടുന്നു. ഒരു കാലത്ത് ക്ഷേത്രത്തിനുള്ളിൽ ഉണ്ടായിരുന്നിരിക്കാൻ സാധ്യതയുള്ള ബ്രഹ്മദേവന്റെ 4 മുഖമുള്ള ചിത്രം ക്ഷേത്ര സമുച്ചയത്തിനുള്ളിലെ ഒരു മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സാധാരണ ഹൊയ്സാല ഡിസൈൻ ശൈലിയിൽ ധാരാളം പ്ലാനുകളോടെ സ്റ്റാഗേർഡ് സ്ക്വയർ ആകൃതിയിലാണ് ക്ഷേത്ര പരിസരം. തുറന്ന മണ്ഡപത്തിന്റെ പുറം ഭിത്തികളിൽ ആഭരണങ്ങൾ അണിഞ്ഞ സ്ത്രീകളുടെ മനോഹരമായ കൊത്തുപണികളുണ്ട്. താണ്ഡവേശ്വരൻ, വരാഹൻ, ഉമാനരസിംഹം, ഭൈരവൻ തുടങ്ങിയവരുടെ ശില്പങ്ങൾ കൊണ്ട് മണ്ഡപത്തിന്റെ മേൽഘടന വളരെ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. 7ാം നൂറ്റാണ്ടിലോ 8ാം നൂറ്റാണ്ടിലോ പഴക്കമുള്ളതാണ് പടിഞ്ഞാറൻ ദേവാലയം എന്ന് വിശ്വസിക്കപ്പെടുന്നു. മണ്ഡപത്തിന്റെ മേൽത്തട്ട് പരന്നതും അകത്തെ മേൽത്തട്ട് അവയിൽ താമരകളാൽ നന്നായി കൊത്തിയതുമാണ്. സെൻട്രൽ സീലിംഗിൽ 8 ദിക്പാലങ്ങളുള്ള താണ്ഡവേശ്വരന്റെ കൊത്തുപണികളുണ്ട്. കിഴക്കോട്ട് ദർശനമുള്ള ശ്രീകോവിലിന്റെ പ്രവേശന കവാടത്തിൽ വലിയ നന്ദി വിഗ്രഹവുമുണ്ട്. ശിവന്റെ പ്രധാന ഉത്സവങ്ങളിലൊന്നായ മഹാശിവരാത്രി വളരെ തീക്ഷ്ണതയോടെയാണ് ഇവിടെ ആഘോഷിച്ചു പോരുന്നത്. ബെല്ലിഗാവിയുടെ ഹൃദയഭാഗത്താണ് കേദാരേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ബെല്ലിഗാവി കർണാടക സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ചരിത്രപരവും മതപരവുമായ സ്ഥലങ്ങളിലൊന്നാണ്. ഇതുകൂടാതെ നിരവധി പുരാതന ക്ഷേത്രങ്ങളുടെ ആസ്ഥാനം കൂടിയാണ്. അതിനാൽ റോഡ്, റെയിൽ, എയർ നെറ്റ്വർക്ക് വഴി എളുപ്പത്തിൽ ഈ ക്ഷേത്രത്തിൽ നമുക്ക് എത്തിച്ചേരാനാകും. ബെല്ലിഗാവിയിൽ നിന്നും 22 കിലോമീറ്റർ അകലെയുള്ള ഷിക്കാരിപുരയാണ് ഏറ്റവും അടുത്തുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷൻ. 130 കിലോമീറ്റർ അകലെയുള്ള ഹൂബ്ലി വിമാനത്താവളവും 224 കിലോമീറ്റർ അകലെയുള്ള ബെൽഗാം വിമാനത്താവളവുമാണ് ബെല്ലിഗാവിയിൽ നിന്നും ഏറ്റവും അടുത്തുള്ള വിമാനത്താവളങ്ങൾ.